പ്രിയപ്പെട്ടവരെ, ഇത്തരമൊരു വീഡിയോ വരാൻ കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്നത്തെ ഒരു അറസ്റ്റ് അത് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ നേതാവിനെയായിരുന്നു. എന്തിനാണ് ഡിവൈഎഫ്ഐ നേതാവിനെ അത്തരം അറസ്റ്റിലേക്ക് നയിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM കാണിച്ച നെറികേടിന്റെയും അതോടൊപ്പം അന്തസ്സില്ലായ്മയുടെയും ഒരു പ്രതീകമായി ഈ അറസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥി വന്നപ്പോൾ ആ സ്ഥാനാർത്ഥി പരാജയപ്പെടുത്താൻ വേണ്ടി ടീച്ചറമ്മ എന്ന് കൊട്ടിഘോഷിച്ച ശൈലജ ടീച്ചർ പരാജയപ്പെടുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ഏറ്റവും മോശപ്പെട്ട രൂപത്തിൽ ഒരു പ്രദേശത്തെ ഒരു നാടിനെ ഭിന്നിപ്പിക്കാൻ വേർതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കാഫിർ സ്ക്രീൻഷോട്ടുമായി ഇടതുപക്ഷം മുമ്പോട്ട് വന്നത്. തീർച്ചയായും വലിയ ഗൂഢാലോചന അതിന്റെ പിറകിലുണ്ട് എന്നുള്ളത് അന്ന് തന്നെ ഞങ്ങൾ ആരോപിച്ചതാണ്. ഒരു പാവപ്പെട്ട MSF പ്രവർത്തകന്റെ പേരിൽ കുറ്റം ആരോപിച്ച് അവനെതിരായി കേസെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് ഉപയോഗിച്ച് അവനെ എല്ലാ തരത്തിലും പീഡിപ്പിക്കാൻ ശ്രമമാണ് ആ ഘട്ടത്തിൽ നടന്നത്. പക്ഷേ ആ ഇച്ഛാശക്തിയുള്ള ആ ചെറുപ്പക്കാരനും അതോടൊപ്പം തന്നെ ഇന്നത്തെ കുറ്റ്യാടി MLA ശ്രീ പാറക്കൽ അബ്ദുള്ളയുമെല്ലാം നിരന്തരമായി നടത്തിയ പോരാട്ടം, ആ പോരാട്ടമാണ് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ കോടതിയിൽ ഈ സ്ക്രീൻഷോട്ട് വന്നത് ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് സെക്രട്ടറി റിബേഷ് രാമകൃഷ്ണന്റെ വാട്സപ്പിലൂടെയാണ് എന്നുള്ളത് പുറത്തു വന്നത്. അതിനുശേഷം ഒരു അന്വേഷണവും പിണറായി വിജയന്റെ പോലീസ് നടത്തിയില്ല എന്ന് മാത്രമല്ല, തീർച്ചയായും ആ പ്രതികളെ സംരക്ഷിക്കാനുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തീർച്ചയായും ഗവൺമെന്റ് മാറി വന്നു. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പോരാട്ട വീര്യവുമായി പ്രിയപ്പെട്ട പാറക്കലും അതോടൊപ്പം തന്നെ UDFും മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ SIT രൂപീകരിച്ച് ആ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ നേതാവിനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ഡിവൈഎഫ്ഐ നേതാവ് CPMന്റെ ഒരു ക്രിമിനലാണ്. ഷാഫി പറമ്പിലിനെതിരായി വളരെ മോശമായ രൂപത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും അദ്ദേഹത്തെ തടയുകയും ചെയ്ത, അദ്ദേഹത്തിനെതിരെ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ അദ്ദേഹത്തിനെതിരായി മുദ്രാവാക്യം വിളിച്ച ഒരു ക്രിമിനലാണ് ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടവൻ. തീർച്ചയായും അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേവലം ജിതിൻ ഭാസ്കർ ഒതുങ്ങുന്നതല്ല. ഇതിന്റെ പിറകിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഞങ്ങൾ ഉറച്ചു അന്നും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ആ സ്ക്രീൻഷോട്ട് റിബേഷ് രാമകൃഷ്ണൻ പ്രചരിപ്പിച്ചപ്പോൾ അതിൽ നിന്ന് അത് പബ്ലിക്കായി കൊണ്ടുവന്നത് KK ലതിക എന്ന് പറയുന്ന മുൻ MLA ആണ്. പാർട്ടി സെക്രട്ടറിയായ മോഹനൻ മാസ്റ്ററുടെ ഭാര്യയാണ്. തീർച്ചയായും അത് വരാനുള്ള കാരണം എന്താണ്? അതിന്റെ പിറകിൽ ഒരു വലിയ ഗൂഢാലോചന AKG സെന്റർ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട്. മോഹൻ മാസ്റ്റർ മകനും നികേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഗൂഢാലോചനയിൽ പങ്കാളിത്തം വഹിച്ചു എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വീണ്ടും ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അവർക്കെതിരായി കൂടി അന്വേഷണം നടത്തണം. ഇത് ഒരു നാടിനെ ഭിന്നിപ്പിക്കുന്നതാണ്. RSSകാരും സംഘപരിവാറുകാരും ഉത്തരേന്ത്യയിൽ നടത്തുന്ന അതേ രാഷ്ട്രീയമാണ് CPM തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കേരളത്തിൽ പ്രചരിപ്പിച്ചത്. കടുത്ത ഇസ്ലാമോഫോബിയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം CPM പ്രചരിപ്പിച്ച് മുന്നോട്ട് വന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ് UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളുമെല്ലാം കേരളത്തിന്റെ മതനിരപേക്ഷ സ്പേസിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് RSS ഏതാണ് CPM ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് ഈ നാട് മുമ്പോട്ട് പോയത്. അതുകൊണ്ട് വർഗീയത തുലയട്ടെ, മതനിരപേക്ഷ കേരളം എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന DYFIക്കാരും SFIക്കാരും CPMകാരും തനി വർഗീയവാദികളായി, തനി നാടിനെ ഭിന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ തീവ്രവാദികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ചരിത്രം നിങ്ങൾക്ക് മാപ്പ് തരില്ല. കേരളത്തിന്റെ പൊതുസമൂഹം നിങ്ങൾക്ക് ഒരിക്കലും മാപ്പ് തരില്ല. നിങ്ങൾ ഈ നാട് കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളാണെന്ന് ഈ അറസ്റ്റോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കോംപ്രമൈസും ഈ വിഷയത്തിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനും അതോടൊപ്പം ശ്രീ രമേശ് ചെന്നിത്തലയും അതോടൊപ്പമുള്ള മന്ത്രിമാർ ശ്രീ KM ഷാജിയെ പോലെയുള്ള മന്ത്രിമാർ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനകത്ത് ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും ഈ ഒരു പ്രതികളെയും ആ പ്രതികളെ ആരെയും നിയമത്തിന്റെ മുമ്പിൽ നിന്ന് വിടാതിരിക്കാനുള്ള എല്ലാ പോരാട്ടങ്ങളുമായി നമ്മൾ മുമ്പോട്ടുണ്ടാകും. ഈ ഗവൺമെന്റ് മുമ്പോട്ടുണ്ടാകും. കണ്ണും കാതും കുറിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ക്രിമിനലുകളെ മുഴുവൻ അറസ്റ്റ് ചെയ്യത്തക്ക രൂപത്തിലേക്കുള്ള നിലപാടിലേക്ക് ഈ ഗവൺമെന്റ് വരണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഷാഫി പറമ്പിലിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ മതനിരപേക്ഷ സെക്യുലർ സ്പേസിനകത്ത് ഏറ്റവും ഉജ്ജ്വലമായ നിലപാട് സ്വീകരിച്ചു വന്ന ഒരു ജനകീയനായ നേതാവിനെ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാം എന്നുള്ള മോഹമാണ് നിങ്ങൾ നടത്തിയെങ്കിൽ ആ വടകര ജനത നിങ്ങൾ കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നു. ആ പ്രഹരം ശൈലജ ടീച്ചറുടെ പരാജയത്തിനപ്പുറത്തേക്ക് ആ ശൈലജ ടീച്ചർക്കും ഈ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ടീച്ചർ അറിയാതെ, സ്ഥാനാർത്ഥി അറിയാതെ ഒരിക്കലും ഇത് വരില്ല. അതുകൊണ്ട് വലിയ ഗൂഢാലോചന, വലിയ നേതാക്കന്മാർ ഇതിന്റെ പിറകിലുണ്ട് എന്നുള്ളതാണ്
ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായും ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല. മുഴുവൻ പ്രതികളെയും കാരാഗൃഹത്തിൽ അടക്കുന്നതുവരെയുള്ള പോരാട്ടങ്ങളുമായി UDFന്റെ ഗവൺമെന്റ് പ്രത്യേകിച്ച് SIT മുമ്പോട്ട് പോകുമ്പോൾ അതിന് ശക്തമായ രൂപത്തിൽ പിന്തുണക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി ഒരിക്കലും കേരളത്തിനകത്ത് ഇത്തരത്തിലുള്ള വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ CPM അനുവദിക്കാത്ത രൂപത്തിലേക്ക് ഈ ഒരു കേസ് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.